എന്തായാലും ഇന്ന് നമുക്ക് നല്ല ഒരു അതിഥിനെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മളെ പിന്നെ മുസ്തഫ CM. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് വിദേശത്തും ഇപ്പോൾ ഇവിടെ അതിന് മുമ്പ് കേരളത്തിൽ തന്നെ ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസ്. അപ്പോൾ വ്യത്യസ്തമായ ഒരു ടോപ്പിക് സംസാരിക്കുക എന്നുള്ള നിലക്കാണ് അദ്ദേഹം നമ്മളുമായിട്ട് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് സാധാരണ രീതിയിൽ എല്ലാവരും കേൾക്കുന്ന ഒരു നിരന്തരം കേൾക്കുന്ന സംഭവമാണ് സോളാർ എനർജി എന്നുള്ളത്. സോളാർ എനർജിയിൽ അദ്ദേഹത്തിൻ്റെതായ ചില പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരെ ഇപ്പോൾ നടക്കുന്ന സോളാർ എനർജി സിസ്റ്റത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലി അദ്ദേഹത്തിന് പറയാനുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളെ ആളുകളെ സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടാൻ ഇനിയുള്ള കാലത്തെ ഒരു എനർജി സോഴ്സ് എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് അത് സോളാർ തന്നെയാണ്. അപ്പോൾ ഈ സോളാർ എന്ന് പറയുന്നത് നമുക്ക് അൺലിമിറ്റഡ് എനർജിയാണ്. സൂര്യൻ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് എനർജി കൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടന്നത്. നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഈ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താറില്ല. എല്ലാ സിസ്റ്റം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇത്രയും കാലം സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിന് സിസ്റ്റം വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പരമ്പരാഗത വൈദ്യുത സ്രോതസ് എന്നുള്ളതിൽ സോളാർ എനർജി വളരെയേറെ പ്രസക്തിയുണ്ട്. കാരണം അല്ലാത്ത രീതികളൊക്കെ ഏകദേശം അസ്തമിച്ച പോലെയാണ് നമുക്ക്. കാരണം അതിന് അത്രയധികം സ്കേഴ്സിറ്റിയോടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നവർക്കാണ് ഈ സോളാർ എനർജിയിൽ വരുന്ന വലിയ ടെക്നോളജിക്കൽ വിപ്ലവം എന്നുള്ളത്. അപ്പോൾ അതിൽ തന്നെ തികച്ചും സാധാരണഗതിയിൽ നമ്മൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ സോളാറിൻ്റെ പരസ്യം കൊണ്ട് നിന്ന് അറിയും. അപ്പോൾ ആളുകൾ കൺഫ്യൂഷനാണ് ആരെടുത്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. നമ്മൾ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ഒക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ ധാരണ പലർക്കും ഉണ്ടാവാറില്ല. എന്താണ് ഈ സോളാർ എനർജി, അല്ലെങ്കിൽ അതിൻ്റെ പുതിയ ടെക്നോളജി, ഇതല്ലാത്ത മറ്റൊരു ടെക്നോളജി ഉണ്ടോ, അത് ഏത് രീതിയിൽ ആളുകൾക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലും കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് മുസ്തഫ സാറിൽ നിന്നും കേൾക്കാം. ഓക്കെ, സോളാർ എനർജി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് ഇപ്പോൾ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംഭവമാണ്. കാരണം പണ്ടൊക്കെ ഭയങ്കര ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സോളാർ പാനലിൽ നിന്നും ഡയറക്ട്ലി കറണ്ട് ഉൽപ്പാദിപ്പിച്ച് അത് KSEBിലേക്ക് കണക്ട് ചെയ്ത് നേരെ നമ്മളിലേക്ക് വരുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റങ്ങളും, അതേപോലെ തന്നെ ഒരു സോളാർ പാനലിൽ നിന്നും പിന്നെ എനർജി ജനറേറ്റ് ചെയ്ത് ആ എനർജീനെ നേരെ നമ്മളുടെ ഒരു ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് ആ ബാറ്ററിയിൽ നിന്നും നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റം. ഈ രണ്ട് സിസ്റ്റവും നമുക്ക് ജനങ്ങൾക്ക് പൊതുവെ ഏകദേശം ആളുകൾക്കൊക്കെ പരിചിതമാണ്. രണ്ടിൻ്റെതായ പ്ലസ് പോയിന്റുകളും രണ്ടിൻ്റെതായ മൈനസ് പോയിന്റുകളും ഉണ്ട്. അതിൽ കൂടാതെ നിങ്ങൾ നിങ്ങളുടേതായ രൂപത്തിൽ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ അതും കൂടുതലായിട്ട് നമുക്ക് ആളുകൾക്ക് അറിയില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഈ മൂന്ന് സംവിധാനങ്ങളൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ചാൽ നന്നാവും. ഓക്കെ, ഓൺ ഗ്രിഡ് സിസ്റ്റം നമുക്കറിയാം. നേരിട്ട് നമ്മൾ സോളാർ എനർജി പാനലൂടെ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നു. എടുത്തിട്ട് നേരിട്ട് നമ്മൾ ഗ്രിഡിലേക്ക് കണക്ഷൻ കൊടുക്കുന്നു. നമ്മൾ എത്ര യൂണിറ്റ് ആണോ KSEBിക്ക് അല്ലെങ്കിൽ നമ്മൾ ഗ്രിഡിലേക്ക് ലൈനിലേക്ക് കൊടുക്കുന്നത് അത്രയും നമുക്ക് ഉപയോഗിക്കാം. അതിലേറെ ഉപയോഗിച്ചതിനുള്ള ക്യാഷ് നമ്മൾ ബില്ല് അടക്കണം. അത് കുറവാണ് എന്ന് വെച്ചെങ്കിൽ ആ ക്യാഷ് നമുക്ക് ഇങ്ങോട്ട് കിട്ടും, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കിട്ടും. ഇതാണ് അതിന്റെ ഒരു സിസ്റ്റം. നമ്മളിപ്പോ രാത്രിയും വലിയ ലോഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, ഉദാഹരണത്തിന് AC നമ്മൾ 2-3 AC ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ, എന്നിട്ട് നമുക്ക് ബില്ല് ഫ്രീ ആക്കണം എന്നുണ്ടെങ്കിൽ ഓൺ ഗ്രിഡ് സിസ്റ്റം തന്നെയാണ് നല്ലത്. കാര്യം എന്താ വെച്ചാൽ ഓഫ് ഗ്രിഡിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാം. ബാറ്ററി സ്റ്റോർ ചെയ്യുമ്പോൾ നമ്മൾ രാത്രി AC വർക്ക് ചെയ്യണമെങ്കിൽ അത്രയും ബാറ്ററി ബാക്കപ്പ് നമ്മൾ ചെയ്യണം. ഒരു ഉദാഹരണത്തിന് 1 ടൺ AC ആണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം 1500 വാട്ട്സ് എടുക്കും. റണ്ണിങ്ങിലാണെങ്കിൽ അതേപോലെ തന്നെ 200 വാട്ട്സ് ഒക്കെ റണ്ണിങ്ങിൽ എടുക്കും. അപ്പോൾ അല്ലെങ്കിൽ 200 പല കമ്പനി ഉണ്ട്. ശരാശരി 200 എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 800 വാട്ട്സ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ രാത്രി ഫുള്ളായിട്ട് നമുക്ക് വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ബാറ്ററി സ്റ്റോറേജ് നമ്മൾ ചെയ്യണം. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തല്ല ഓൺ ഗ്രിഡ് ആണ് നല്ലത്. ആ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ, പക്ഷെ ഓൺ ഗ്രിഡിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ചാൽ നമ്മള് ഇപ്പോ കേരളത്തിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. നമ്മൾ ഇത്ര വലിയൊരു സംഖ്യ മുടക്കിയിട്ട് നമ്മളൊരു ഓൺ ഗ്രിഡ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാലും വീണ്ടും പവർ കട്ട് നമ്മൾ അനുഭവിക്കണം. ഇപ്പൊ മിക്കവാറും വീടുകളിൽ പിന്നെ ഇൻവെർട്ടർ സംവിധാനം ഉണ്ടല്ലോ. ഓക്കെ, ഇൻവെർട്ടർ സംവിധാനം സെപ്പറേറ്റ് വീണ്ടും വേണം എന്നുള്ളതാണ്. സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻവെർട്ടർ സംവിധാനത്തിലേക്ക് പോകണം, അങ്ങനെ വിഷയമുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് അതിനുണ്ട്. അതിന് പുറമെ ഇപ്പോ ഈ കഴിഞ്ഞ വേനലിൽ നമ്മൾ അനുഭവിച്ച് വോൾട്ടേജ് തീരെ ഇല്ലാത്ത പ്രശ്നമായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിരുന്നത് സ്റ്റെപ്പ് ഉണ്ടായി കൊടുക്കാൻ പറ്റില്ല. പണ്ടുണ്ടായ സ്റ്റെപ്പിന് വേണ്ടിയിട്ടുള്ള ഓർഡർ വന്നിരുന്നു. കാരണം വോൾട്ടേജ് വളരെ കുറഞ്ഞപ്പോൾ ആളുകൾക്ക് ആവശ്യം നടക്കുന്ന സ്റ്റെപ്പ് വേണം, അങ്ങനെ വിഷയം വന്നു. ഇത്ര നമ്മൾ ഓൺ ഗ്രിഡ് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ നമ്മൾ ഇത് അനുഭവിക്കണം. അത് ആ ഒരു സമയത്തെ പ്രശ്നം. അല്ലാത്ത സമയങ്ങളിൽ വോൾട്ടേജ് കൂടുതലാണ്. ഈ വോൾട്ടേജ് കുറവ് നമ്മൾ അറിയുന്നുണ്ട്, പക്ഷെ വോൾട്ടേജ് കൂടുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളത് മീറ്റർ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം 260 വോൾട്ട് വരെ വരുന്നുണ്ട്. പിന്നെ നേരെ കുറഞ്ഞിട്ട് 260-ലെത്തും.
220 വോൾട്ടിൽ കറങ്ങുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് നമ്മളെ എല്ലാ വീട്ടിലും എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിൽ 240 വരെ സേഫ് ആണ്, കുഴപ്പമില്ല. അതിന് മേലേക്ക് ചെല്ലുമ്പോൾ അതിന്റെ ലൈഫിനെ അത് ബാധിക്കും. നമ്മളെ വില കൂടിയിട്ടുള്ള ഒരുപാട് ഉപകരണങ്ങളുണ്ട്, ഇതിനൊക്കെ അത് പ്രശ്നമാണ്. ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാല്, ഇപ്പോ നമ്മുടെ ട്രാൻസ്ഫോമറിൽ ഇപ്പോൾ ഒരു 3-4 ഓൺ ഗ്രിഡ് സിസ്റ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പീക്ക് ടൈമിൽ, അതായത് നല്ല വെയിലുള്ള ദിവസങ്ങളാണെങ്കിൽ ഒരു 11 മണിക്ക് ആകുമ്പോഴേക്ക് ഏകദേശം ഈ MPPT അല്ലെങ്കിൽ സോളാർ സിസ്റ്റങ്ങളൊക്കെ അതിന്റെ ഏറ്റവും നല്ല എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യും. ഈ സോളാർ സിസ്റ്റത്തിന് നമ്മളെ ഈ MPPTക്ക് 260 വോൾട്ട് വരെ താങ്ങാനുള്ള കഴിവാണുള്ളത്. 260 വോൾട്ടിൽ എത്തിക്കഴിഞ്ഞ സിസ്റ്റം ഓട്ടോമാറ്റിക് കട്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡക്ഷൻ നടക്കില്ല. നമുക്ക് ആ സമയത്ത് പ്രൊഡക്ഷൻ കിട്ടൂല എന്നുള്ളതാണ് ഓൺ ഗ്രിഡ് വെച്ച് നമ്മളെ പ്രശ്നം. പക്ഷെ നമ്മളിത് കട്ടാകുന്ന സമയത്ത് നമ്മുടേത് മാത്രമല്ല കട്ടാകുന്നത്, നമ്മളെ അടുത്തുള്ളത് ആളുകളുടെ എല്ലാം കട്ടാവുന്നുണ്ട്. അത് മാത്രമല്ല, സൂര്യന് നമുക്ക് എല്ലായിടത്തും ഒരേപോലെയല്ല വെയിൽ തരുന്നത്. അപ്പൊ ഓൺ ഗ്രിഡ് എവിടേക്ക് വെച്ചിട്ടുണ്ടോ ഈ എല്ലാ ഓൺ ഗ്രിഡും ഒരേ സമയത്ത് കട്ടാവും. ശരാശരി ഏകദേശം ഒരേ സമയത്താണ് ഇത് കട്ടാവും. കാരണം ഈ എഫിഷ്യൻസിയിൽ ഒരേപോലെ 260 വോൾട്ട് എത്താന്നുള്ള ഏകദേശം ഒരേ നിലവില്. ഇത് കട്ടാവോട് കൂടിയിട്ട് എന്താണെന്ന് വെച്ചാൽ വോൾട്ടേജ് 240 230 നേരെ പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാൻ കുറഞ്ഞു വരും. കുറഞ്ഞോട് കൂടിയിട്ട് വീണ്ടും കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്യുന്ന വീണ്ടും ഇത് ഓൺ ഗ്രിഡ് സിസ്റ്റം, നമ്മൾ MPPT സിസ്റ്റം ഓൺ ആവും, വീണ്ടും പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ വീണ്ടും കൂടും. ഈ ഒരു പ്രശ്നം കളിച്ചുകൊണ്ടേക്കുന്നത് നമ്മൾ വേനലൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും, കറണ്ട് പോവുക വരിക എന്നുള്ള പ്രശ്നം. ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാല്, KCBയിലുള്ള നമ്മൾ ഈ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ച് കിട്ടിയ ഒരു പ്രശ്നം, അവർ അഭിമുഖീകരിക്കേണ്ട ഓൺ ഗ്രിഡ് കൊണ്ട് അവർ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം, അത് നമ്മളെയും കൂടെ പ്രശ്നമായിട്ടാണ് ഞാൻ പറയേണ്ടത്. ഈ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് ടർബൈൻ ഉണ്ടാവുക. ലൈനിന്റെ വോൾട്ടേജ് കുറഞ്ഞ യൂണിറ്റ്സിൽ ഓട്ടോമാറ്റിക് ടർബൈൻ വർക്ക് ആവുക. അതായത് ഈ വോൾട്ട് കറക്റ്റ് ചെയ്യണം. വോൾട്ടേജ് സോളാറുള്ള വോൾട്ട് ഉണ്ടായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് നമ്മളെ പിന്നെ ടർബൈൻ ഓഫിലാണ്. അതാണ് KCBക്കുള്ള മെച്ചം എന്ന് പറഞ്ഞതാണ്. ഇതിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ വോൾട്ടേജ് പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ ടർബൈൻ ഓണായി കറങ്ങി അതോട് കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതോടുകൂടി ഇരുന്ന് പെട്ടെന്ന് ഓണാകേണ്ട ആവശ്യം വരികയാണ്. വോൾട്ടേജ് ഇതായതുകൊണ്ട് വോൾട്ടേജ് സ്റ്റഡി ആയി, അത് വീണ്ടും പെട്ടെന്ന് വോൾട്ടേജ് കൂടി. ഈ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ടർബൈൻ മെയിൻ്റെനൻസ് ഒരുപാട് കൂടുതലാണ് KCBയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ മറ്റുള്ള അതേപോലെയുള്ള എക്യുപ്മെന്റുകളുടെ മെയിൻ്റെനൻസ് പ്രശ്നങ്ങൾ കൂടുതലാണ്. ഞാൻ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ സംസാരിച്ചെന്ന് കിട്ടിയിട്ടുള്ള ആ മേഖല ടെക്നിക്കലായിട്ട് സംസാരിച്ചതിന് കിട്ടിയ വിവരങ്ങളാണ്. നമുക്ക് ആ വീട്ടിലാണെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റുകൾക്കെല്ലാം അത് ബാധിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺ ഗ്രിഡ് വെച്ചിട്ടും നമുക്ക് പ്രൊഡക്ഷൻ നടക്കണില്ല എന്നത് നമ്മളൊരു പ്രശ്നം. അതായത് ഈ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടേണ്ട സമയമാണ്, ആ സമയത്ത് നമുക്ക് ഓൺ ഗ്രിഡിന് പ്രൊഡക്ഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ വെച്ചത് കാരണം നമുക്ക് മറ്റവർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഇതാണ് ഓൺ ഗ്രിഡിന്റെ ഒരു പ്രശ്നം. ആണെങ്കിൽ തന്നെ നമ്മൾ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബില്ല് ഫ്രീ ആക്കുക എന്നുള്ളതും ബാറ്ററി വേണ്ട എന്നുള്ളതൊക്കെ അതിന്റെ വലിയൊരു പ്ലസ്സുമാണ്. അതിന് പറഞ്ഞത് അതിന്റെ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. ഏതൊരു വിഷയത്തിനും പ്ലസും മൈനസും ഉണ്ട്. ഓഫ് ഗ്രിഡിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് രാത്രിക്ക് നമ്മൾ അത്രയും വെക്കണം എന്നുള്ളതാണ്. അത്രയും ബാറ്ററി വേണ്ട. ആ ബാറ്ററിയുടെ മെയിൻ്റെനൻസ്, അതിന്റെ സ്പേസ്, ലൈഫ് 5 വർഷം ബാറ്ററി എല്ലാവരും ഗ്യാരണ്ടി തരുന്നുണ്ട്. 5 വർഷം കൊണ്ട് ശരാശരി നല്ല കറക്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ടൊന്നും പോകുന്ന പ്രശ്നം വരുന്നില്ല. നമ്മള് മാക്സിമം ഊറ്റിയെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ കൊടുത്തു വരുമ്പോൾ, അങ്ങനത്തെ ഉപയോഗം വരുമ്പോൾ അല്ലെങ്കിൽ ചാർജ് ആകാത്ത പ്രശ്നം വരുമ്പോഴൊക്കെയാണ് ബാറ്ററി ലൈഫ് കുറയണത്. നേരെ പക്ഷെ നമ്മൾ കറക്റ്റ് കമ്പനിക്കാർ പറയുന്ന അതേ രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബാറ്ററിക്ക് കുഴപ്പമൊന്നും വരാനില്ല. നമ്മളതാണ് നോക്കുന്നത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അവര് എത്രയാണോ കട്ട് ഓഫ് പറഞ്ഞത് അതിലേറെ കുറച്ചും കൂടെ മേലൊക്കെ കൊടുക്കുന്നത്. കാരണം അത്രയും ബാറ്ററി ഡ്രോപ്പ് ആവരുത്, ആ രീതിയിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പിന്നെ 10.2 കമ്പനിക്കാർ പറഞ്ഞതെന്നു വെച്ചാൽ നമ്മളത് 10.5 കൊടുക്കുന്നത്, അല്ലെ 10.6. അത് മതി, കാരണം നമ്മളെ സിസ്റ്റത്തിൽ അതിലേറെ കിട്ടുന്നതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ബാറ്ററിക്ക് കുഴപ്പമൊന്നും വരാനില്ല. ആണെങ്കിൽ തന്നെ ഈ ബാറ്ററിന്റെ മെയിൻ്റെനൻസ് എന്നുള്ളതും ഒരു വിഷയമാണ്. ഒരുപാട് ബാറ്ററി വെക്കുമ്പോൾ നമ്മള് തണ്ടർടെക്, നമ്മളെ ഫ്രണ്ടിൽ പേര് തണ്ടർടെക്കാണ്. തണ്ടർടെക് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മള് കേരളത്തിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും വീട്ടിൽ ഇൻവെർട്ടർ വെക്കുന്ന ആളുകളാണ്. ഇൻവെർട്ടർ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റില്ല, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെ. ഇല്ലെങ്കിൽ ഇട്ടതിരിക്കണം പഴയ പോലെ മെയ്റ്റ് ഒന്നും കൊണ്ട് വെക്കുന്നില്ലല്ലോ. അതിപ്പോ 12 വോൾട്ട് വെക്കുന്നുണ്ട്, 24 വോൾട്ട് വെക്കുന്നുണ്ട്. അതിന് 12 വോൾട്ട് ആണെങ്കിൽ ഒരു ബാറ്ററി നമ്മൾ വെക്കണം, 24 ആണെങ്കിൽ 2 ബാറ്ററി വെക്കണം. ഇതേ ബാറ്ററി മാത്രം ഉപയോഗിച്ചിട്ട് നമ്മള് മറ്റുള്ള കാര്യങ്ങളൊക്കെ സോളാറിലേക്ക് മാറ്റാനാണ്. അപ്പൊ അവിടെ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് AC മോട്ടോർ ഒന്നുമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉപയോഗിക്കാൻ സോളാർ ഉപയോഗിക്കാൻ കഴിയില്ല.
കാരണം അത് ഹൈ വാട്ട്സ് എടുക്കുന്നതാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പൊ മോട്ടറിന് കൊടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൽ 5000 വാട്ട്സോളം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എടുക്കും മോട്ടർ. അത് 20 ആമ്പിന്റെ മേലേക്ക് എടുക്കുന്നുണ്ട്. ശരാശരി മോട്ടറാണ്, കൂടുതൽ എടുക്കുന്ന കുറവ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്ര വാട്ട്സ് നമുക്ക് ഇതിന് എടുക്കാനോ കൊടുക്കാനോ കഴിയില്ല. ബാറ്ററി ബാക്കപ്പിന് പ്രശ്നമാണ്, ബാറ്ററിന്റെ ലൈഫിന് പ്രശ്നമാണ്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. AC-ക്കും അതേപോലെ തന്നെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ ഇതേപോലുള്ള ശ്രദ്ധയെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ നോർമലായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സോളാറിലേക്ക് ആക്കി മാറ്റാണെങ്കിൽ ഇതിപ്പോ കുറച്ചും കൂടെ എഫിഷ്യൻസി ഉള്ളത് 36 വോൾട്ടിന്റെ സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. 36 വോൾട്ടും അതിന്റെ എല്ലാ വോൾട്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 36 വോൾട്ടിന്റെ 3 കിലോ വാട്ടിന്റെ സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതിലാണ് എന്ന് വെച്ചെങ്കിൽ നമ്മൾക്ക് ഇപ്പോ ഇൻഡക്ഷൻ കുക്കർ അടക്കം ഉപയോഗിക്കാം. ഇനി അതല്ല, അതും കൂടെ നമുക്ക് സോളാറിൽ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ വാട്ട്സ് കുറഞ്ഞ സോളാറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന AC, അതേപോലെ തന്നെ മറ്റുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടില് അത്ര ഫേമസ് ആയി വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അടുത്ത കാലത്ത് ഇനി എന്തായാലും വരും. കാരണം അതിലേക്കാണ് ഇനി ലോകം പോണത് അങ്ങോട്ടാണ്. കാരണം റിന്യൂവബിൾ എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ വണ്ടികളൊക്കെ തീർച്ചയായിട്ടും അതിലേക്ക് വരും. നമ്മളൊരു കാൽക്കുലേഷൻ അനുസരിച്ച് 2030 കൂടിയിട്ട് ഡീസൽ വണ്ടികളൊക്കെ എടുത്തു പോകും. 2050 മാത്രമേ പെട്രോൾ വണ്ടികൾ പോകുള്ളൂ എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ഒരു 2 ആഴ്ച മുമ്പ് നമ്മുടെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിന്റെ ഒരു പ്രസ്താവന നിങ്ങൾ നോക്കിയെന്ന് അറിയില്ല, നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. 2030 കൂടിയിട്ട് പെട്രോൾ വണ്ടി അടക്കെടുത്ത് ഒഴിവാക്കുന്നതാണ് മൂപ്പരുടെ പ്രസ്താവന. അതായത് കംപ്ലീറ്റ് EV-യിലേക്ക് മാറുന്ന. അപ്പോ വരുന്ന വിഷയം എന്താ വെച്ചാല് എന്തായാലും ഇതിലേക്ക് വരും, വന്നേ പറ്റൂ എന്നുള്ളതാണ്. റിന്യൂവബിൾ എനർജിയിലേക്ക് വന്നേ പറ്റൂ. ഓക്കെ.